എന്റെ പൊന്നു മനുഷ്യന്മാരെ, നമ്മൾ കണ്ടതല്ല ലോകം, നമ്മൾ കാണാത്തതാണ് ലോകം. ഇവരെയെല്ലാം കാണും. മരിക്കുന്ന നേരത്ത് വാപ്പയെ കാണും. ഭർത്താവ് പോയി, ഭാര്യ ഒറ്റക്കായി. ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലി സാഹിബ്, അദ്ദേഹത്തിന്റെ ഒരു വാക്ക് ഞാൻ എടുത്ത സമയത്ത് കേട്ടു. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഞാനും എന്റെ ഭാര്യയും ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടം ഉണ്ടാകുന്നത്. എന്നോടൊരിക്കെ കണ്ടപ്പോ, നേരിട്ട് കണ്ടപ്പോ എന്നോട് പറഞ്ഞത്, ഹെലികോപ്റ്ററിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവും പോകുന്നു. ആകാശത്ത് പറന്നു പോകുമ്പോ ഒരു നൂലിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു വസ്തു, ആ നൂല് പൊട്ടിയാൽ ക്ഷണനേരം കൊണ്ട് താഴേക്ക് പോകുന്നത് പോലെ നേരെ പോയ ഹെലികോപ്റ്റർ നൂല് പൊട്ടിയതുപോലെ നേരെ താഴേക്ക് പോയി. അത് താഴേക്ക് വീഴാൻ ഒരു നിമിഷാർദ്ധം മാത്രം. ആ സമയത്ത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ളവരല്ലേ നമ്മൾ. ഫ്ലൈറ്റ് ഒന്ന് കുലുങ്ങുമ്പോ, ഫ്ലൈറ്റ് ഒന്ന് ആടുമ്പോ, കാലാവസ്ഥയിൽ മാറ്റമുണ്ടാകുമ്പോ 100 വട്ടം ഷാർജയിൽ നിന്ന് തൃശ്ശൂർ ഇറങ്ങിയവനാണെങ്കിലും കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയവനാണെങ്കിലും ഒന്ന് ഭയക്കും. ഏറ്റവും കുറഞ്ഞത് താഴെ ഇറങ്ങിയിട്ട് ഞാൻ 3 യാസീൻ ഓതിക്കോളാന്നെങ്കിലും നേർച്ചയിടും. താഴേക്ക് പോകുന്നു. വേപതുവോടെ പേടിച്ചിരിക്കുന്ന എന്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, മരിച്ചാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ മരിക്കൂ. നമ്മൾ രണ്ടിൽ ഒരാൾ മരിച്ചിട്ട് ഒരാൾ ഒറ്റയാകുന്ന വേദന അപ്പോഴും ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ പോകൂ. സത്യത്തില് ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മരിച്ച ഒന്നിച്ചങ്ങ് പോകണം. ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മരിച്ച ഒന്നിച്ചങ്ങ് പോകണം. ഇനി അവള് പോയിട്ട് ഒറ്റയ്ക്ക് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കും. ജീവിച്ചിരിക്കുമ്പോ പിണക്കവും ഇണക്കവും മാറിക്കിടക്കലും അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അവളെന്ന് പറയുന്ന ഒരു തുരുത്ത് നഷ്ടപ്പെട്ടിട്ട് ഏകനായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒന്നുണ്ട്. അന്ന് മക്കള് നമ്മുടെ കയ്യിൽ പിടിച്ചാൽ അവളുടെ ഒരു തലോടലിന് പകരമാവില്ലേ. അപ്പ ഞാനുണ്ട് കൂടെ എന്ന് മക്കൾ പറഞ്ഞാൽ അവൾക്ക് പകരമാകൂ. അവൾക്ക് പകരം എങ്ങനെയാവുക? നമ്മുടെ ന്യൂനത അറിഞ്ഞവൾ, നമ്മളുടെ കുറവുകൾ അറിഞ്ഞവൾ, നമ്മൾ ആരെന്ന് നന്നായിട്ട് അറിഞ്ഞവൾ. അവള് പോയാൽ പിന്നെ രണ്ടാമത് വരുന്ന ഒരാൾക്ക് ഭാര്യയാവാൻ കഴിയുമെന്നല്ലാതെ അവളാവാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കേണ്ടത്, ഒന്നിച്ച് ജീവിക്കുമ്പോഴും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു ദിവസമുണ്ട്. അന്നാള് നമ്മൾ മുൻകർ നക്കീറിനെ കൺമുമ്പിൽ കാണും. യുക്തിവാദികളെ കാണും, നിരീശ്വരവാദികളെ കാണും, നിഷേധിച്ചവരെ കാണും. ഈ കാണാത്ത കാഴ്ചകളിലേക്കുള്ള കവാടം തുറക്കുന്നത് മരണമാണ്. മരണമാണ്. ആ മരണത്തെ നിങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കണമെന്ന്